നമസ്കാരം, ഞാൻ ഡോക്ടർ മഹേഷ് കൃഷ്ണൻ, തൃശ്ശൂർ ബോൺ ആൻഡ് ജോയിൻറ്റ് ഫൗണ്ടേഷൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. മഴക്കാലം വരികയാണ്, ജൂൺ സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്. നമ്മുടെ കുഞ്ഞു മക്കൾ വളരെ സന്തോഷം സ്കൂളിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു വലിയ ബാഗ് തോളത്ത് തൂക്കി തന്നെയാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ആ ബാഗിൻ്റെ വെയിറ്റ് കൂടി വരികയാണ്. കുഞ്ഞുമക്കൾ വല്ലാതെ സഹിച്ച് ബുദ്ധിമുട്ടി ഈ ബാഗുമായി സ്കൂളിൽ പോകുന്ന ഒരു ദയനീയമായ കാഴ്ച ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. എന്താണ് ഈ സ്കൂൾ ബാഗിൻ്റെ പ്രശ്നം? സ്കൂൾ ബാഗിന് എത്ര വെയിറ്റ് ആവാം? കുഞ്ഞുമക്കളുടെ പോസ്ചർ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം, ഈ ബാഗ് തോളത്തിട്ട് പോകുമ്പോൾ നാച്ചുറലി ആ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് മെക്കാനിക്കലായിട്ടുള്ള പ്രശ്നമാണ്. അതായത് അവർക്ക് പെയിൻ വരുന്നത്. അവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസാണ്. അവരുടെ മസിൽസ്, അവരുടെ സോഫ്റ്റ് ടിഷ്യൂ പ്ലെയിൻസ് എല്ലാം വളരെ സോഫ്റ്റാണ്. ഓവർ വെയിറ്റ് ആയിട്ടുള്ളൊരു ബാഗ് ഇടുമ്പോൾ മസിലിൽ കൺഫ്യൂഷൻ വരാം, മസിലിലെ ചതവ് വരാം, മസിലിലെ ഇൻഫ്ലമേഷൻ വരാം. ഇത് എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരം ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ അവിടെ ഫോക്കസ് ചെയ്ത് ലോക്കലൈസ് ചെയ്ത് ഫൈബ്രോസിസ് ഒരു കല്ലപ്പ് പോലെയൊക്കെ തോന്നാം. ഇതെല്ലാം കുട്ടികളുടെ പഠനത്തെ, അതിനുശേഷം സ്കൂളിൽ പോയിട്ടുള്ള അവരുടെ കോൺസെൻട്രേഷനെ ബാധിക്കാവുന്നതാണ്. നമുക്കറിയാം, ഇതാണ് നമ്മുടെ നോർമൽ ഹ്യൂമൻ ബോഡിയുടെ പോസ്ചർ. വെയിറ്റ് വന്ന് കുട്ടികൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമുക്കറിയാം ഇങ്ങനെ ഒരു പോസ്ചർ അഡോപ്റ്റ് ചെയ്യും. അങ്ങനത്തെ പോസ്ചർ അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ ദോഷം, ഈ സ്കാപ്പുല എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കേണ്ട ഒരു സ്ട്രെയിറ്റ് ബോർഡറിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് വല്ലാതെ മുന്നിലേക്ക് വരും. അപ്പോൾ ഷോൾഡറിൻ്റെ മസിൽസ് അതിൻ്റെ മുകളിലത്തെ എല്ലിലേക്ക് ഉരയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ ഷോൾഡർ പെയിൻ ഉണ്ടാവും. അതുപോലെ നമ്മളിങ്ങനെ വല്ലാതെ വളയുന്നു. കുട്ടികൾ ഇങ്ങനെയാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. സ്കൂളിലും അവരുടെ ബോഡിയിൽ, അവരുടെ ഡെസ്കിലുള്ള പോസ്ചർ കറക്റ്റ് അല്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഭാഗത്തെ മസിൽ ഷോർട്ടാവും, പുറം ഭാഗത്തെ മസിൽ ലോങ് ആവും, സ്ട്രെച്ച് ഔട്ട് ചെയ്യും, ഈ ഭാഗത്തെ മസിൽ ഷോർട്ട് ആവും. അപ്പോൾ രണ്ട് സൈഡിലെയും മസിൽസ് ആക്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മസിലിൻ്റെ വീക്ക്നെസ് വരും, മസിൽ ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ കുട്ടിയിൽ ഒരു പ്രത്യേകത നമ്മൾ കാണില്ല, എല്ലാം നോർമലായിട്ട് തന്നെ നമുക്ക് തോന്നും. പക്ഷേ അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ട് ഒരു ചെസ്റ്റ് പെയിൻ, ഷോൾഡർ പെയിൻ, അത് ആ ഒരു കോൺവെക്സ് കോൺകേവ് പ്രിൻസിപ്പിളിൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ്. ഇനി ഇതെങ്ങനെ തടയാമെന്നുള്ളതാണ്. നമുക്ക് ഐഡിയലായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എന്ന് പറയുന്നത്, ആ കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ മാത്രം വരേണ്ട രീതിയിലാണ്. അത് വല്ലാതെ താഴത്തേക്ക് ഇറങ്ങിപ്പോകരുത്. ബാഗ് പ്ലേസ് ചെയ്യേണ്ടത് ഇൻ്റർസ്കാപ്പുലാർ റീജിയൻ, രണ്ട് തോളലിൻ്റെ ഇടയിൽ, നമ്മുടെ വേസ്റ്റ് ലൈൻ, അരക്കെട്ടിൻ്റെ ഈ ലൈനിൻ്റെ മുകളിലായിട്ട് ബാഗ് നിൽക്കണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെയിറ്റ് കുറയ്ക്കുക, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഭാരം കുറയ്ക്കുക, സ്കൂളിൽ ഇത് വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ബാഗിൻ്റെ പൊസിഷനും അത് കറക്റ്റ് വെയർ ചെയ്യേണ്ട ടെക്നിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ളത് സ്കൂളിൽ നിന്നും അതുപോലെ പാരൻസും പറഞ്ഞു കൊടുത്താൽ ഒരുപാട് അൺഎക്സ്പ്ലെയിനബിൾ, അൺഡയഗ്നോസിബിൾ ആയിട്ടുള്ള കുറേ ബാക്ക് പെയിൻസ്, അപ്പർ ബാക്ക് പെയിൻസ്, ചെസ്റ്റ് പെയിനൊക്കെ കുട്ടികളുടെ മാറ്റാൻ പറ്റും. കുട്ടികളെ സസന്തോഷം പോകണം സ്കൂളിലേക്ക്. ഒരു പെയിൻ ഇല്ലാതെ അവർ പഠിക്കണം, ഒരു പെയിൻ ഇല്ലാതെ തിരിച്ചു വരണം. അതിന് നമ്മളായിട്ടൊരു പെയിൻ അവർക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്.